നമസ്കാരം. സഫലോൺ ലേണിംഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. IIT ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷനിലൂടെ എങ്ങനെയാണ് IITകളിൽ ബിടെക്കിന് പ്രവേശനം ലഭിക്കുന്നത് എന്ന് നാം ഒരു വീഡിയോയിൽ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ നോൺ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് എങ്ങനെയാണ് IITയിൽ പ്രവേശനം ലഭിക്കുന്നത് എന്നും നാം കണ്ടു കഴിഞ്ഞു. ഇന്ന് ഈ വീഡിയോയിൽ എങ്ങനെയാണ് മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾക്ക് IITകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത് എന്ന് നോക്കാം. IIT ജാം എന്ന പരീക്ഷയിലൂടെയാണ് IITകളിൽ മാസ്റ്റേഴ്സ് പ്രോഗ്രാംസിന് അഡ്മിഷൻ ലഭിക്കുന്നത്. IIT ജാമിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ നമുക്കിന്ന് വീഡിയോയിൽ കാണാം. IITകൾ സംഘടിപ്പിക്കുന്ന MSc ഡിഗ്രിക്കായിട്ടുള്ള ദേശീയ തലത്തിലുള്ള പ്രവേശന പരീക്ഷയാണ് IIT ജാം അല്ലെങ്കിൽ IIT ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ്. 7 വിഷയങ്ങളിലാണ് IIT ജാം സംഘടിപ്പിക്കപ്പെടുന്നത്. ബയോടെക്നോളജി, കെമിസ്ട്രി, എക്കണോമിക്സ്, ജിയോളജി, മാത്തമാറ്റിക്സ്, മാത്തമാറ്റിക്കൽ സയൻസസ്, ഫിസിക്സ്. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് IIT ജാം മുഖേന അഡ്മിഷൻ ലഭിക്കുന്നതെന്ന് നോക്കാം. 2 വർഷത്തേക്കുള്ള MSc ഡിഗ്രി കോഴ്സ്, 2 വർഷത്തേക്കുള്ള മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ്, ജോയിന്റ് MSc PhD ഡിഗ്രി, MSc PhD ഡ്യുവൽ ഡിഗ്രി, MSc MS റിസർച്ച് ഓർ PhD ഡ്യുവൽ ഡിഗ്രി, IISc ബാംഗ്ലൂരിൽ നിന്നുമുള്ള ഇന്റഗ്രേറ്റഡ് PhD. യോഗ്യതാ മാനദണ്ഡം ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് MSc അഡ്മിഷന് വേണ്ടിയിട്ട് യോഗ്യതാ മാനദണ്ഡമായി നിഷ്കർഷിച്ചിട്ടുള്ളത്. 55% മാർക്ക് അല്ലെങ്കിൽ CGPA 5.5 ഔട്ട് ഓഫ് 10 സ്കോർ ചെയ്തിരിക്കണം. SC/ST പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് 50% മാർക്ക് അല്ലെങ്കിൽ CGPA 5 ഔട്ട് ഓഫ് 10 മതിയാകും. ഓരോ വിഷയങ്ങളിലേക്കുള്ള യോഗ്യതാ മാനദണ്ഡം നോക്കാം. MSc ബയോടെക്നോളജിക്ക് അപേക്ഷിക്കുന്നതിനായി ഏതെങ്കിലും വിഷയം അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാഞ്ചിലുള്ള അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി മതിയാകും. IIT ഇൻഡോർ, IIT ബോംബെ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് MSc ബയോടെക്നോളജി പഠിക്കാവുന്നതാണ്. MSc കെമിസ്ട്രി അപേക്ഷിക്കുന്നതിനായി 3 വർഷങ്ങൾ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് പറയുകയാണെങ്കിൽ 6 സെമസ്റ്ററുകളിലും കെമിസ്ട്രി ഒരു വിഷയമായി പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ MSc കെമിസ്ട്രിക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. MSc കെമിസ്ട്രി എവിടെല്ലാമാണുള്ളതെന്ന് നോക്കാം. IIT ബോംബെ, IIT ഡൽഹി, IIT ഗൗഹട്ടി, IIT ഗാന്ധിനഗർ, IIT ഹൈദരാബാദ്, IIT ജംഷഡ്പൂർ, IIT കാൻപൂർ, IIT മദ്രാസ്, IIT പാട്ന, IIT റോപ്പാർ, IIT ISM ധൻബാദ്, IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, IIT ബിലൈ, നമ്മുടെ സ്വന്തം IIT പാലക്കാട്, IIT മണ്ഡി എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് MSc കെമിസ്ട്രി പഠിക്കാവുന്നതാണ്. +2 മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. എന്നാൽ IIT ഇൻഡോർ, IIT റൂർക്കി എന്നീ സ്ഥലങ്ങളിൽ MSc കെമിസ്ട്രി പഠിക്കുന്നതിനായി +2 മാത്തമാറ്റിക്സ് പഠിക്കണമെന്നുള്ള നിയന്ത്രണമില്ല. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയിൽ 3 വർഷങ്ങളിലും അഥവാ 6 സെമസ്റ്ററുകളിലും കെമിസ്ട്രി ഒരു വിഷയമായി പഠിച്ചിരിക്കണം. MSc എക്കണോമിക്സ് +2 ശേഷം ഏതെങ്കിലും വിഷയത്തിൽ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ 3 വർഷത്തെ ഡിഗ്രി മതിയാകും. IIT ഡൽഹിയിൽ നിങ്ങൾക്ക് MSc എക്കണോമിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ, IIT റൂർക്കിയിലാണ് MSc എക്കണോമിക്സ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബിടെക് അഥവാ BE അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളോട് കൂടിയുള്ള BSc അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ BA ആൻഡ് BComോ BA ആയിരുന്നാലും എല്ലാ വർഷവും മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. MSc അപ്ലൈഡ് ജിയോളജി IIT ബോംബെയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. 3 വർഷങ്ങളിലും അഥവാ 6 സെമസ്റ്ററുകളിലും ജിയോളജി ഒരു വിഷയമായി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്കൽ സയൻസ് എന്നീ 4 വിഷയങ്ങളിൽ ഏതെങ്കിലും 2 വിഷയമെങ്കിലും 3 വർഷം പഠിച്ചിരിക്കണം. +2 മാത്തമാറ്റിക്സ് പഠിച്ചിരിക്കണം. IIT റൂർക്കിയിൽ അപേക്ഷിക്കുന്നതിനായി മാത്തമാറ്റിക്സ് +2 പഠിക്കണമെന്നുള്ള നിയന്ത്രണമില്ല. എന്നാൽ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രിയുടെ നിയന്ത്രണം അതേപടി ആവർത്തിക്കുന്നു. MSc മാത്തമാറ്റിക്സ് IIT ബോംബെ, IIT ഡൽഹി, IIT ഗാന്ധിനഗർ, IIT ഇൻഡോർ, IIT ജംഷഡ്പൂർ, IIT കാൻപൂർ, IIT മദ്രാസ്, IIT പാട്ന, IIT പാലക്കാട്, IIT റൂർക്കി, IIT റോപ്പാർ എന്നിവിടങ്ങളിൽ പഠിക്കാവുന്നതാണ്. മാത്തമാറ്റിക്സ് മിനിമം 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ എങ്കിലും ഒരു വിഷയമായി പഠിച്ചിരിക്കണം. BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞവർക്ക് മാത്രമാണ് MSc മാത്തമാറ്റിക്സ് അപേക്ഷിക്കുവാൻ സാധിക്കുകയെന്നില്ല. മാത്തമാറ്റിക്സ് ഏതെങ്കിലും 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ പഠിച്ചിരുന്നാൽ കൂടി നിങ്ങൾക്ക് MSc മാത്തമാറ്റിക്സിന് അപേക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ബിടെക്കാർക്കും MSc മാത്തമാറ്റിക്സിന് അപേക്ഷിക്കാവുന്നതാണ്. 4 സെമസ്റ്ററുകളിൽ മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ MSc എക്കണോമിക്സിന് ബിടെക്കാർക്ക് അപേക്ഷിക്കാവുന്നതാണ്.
അപ്പോൾ അതുകൊണ്ട് ബിടെക്കിന് ശേഷം എംടെക് തന്നെ പഠിക്കണമെന്നോ അല്ലെങ്കിൽ ടെക്നോളജി സംബന്ധമായ ജോലി ചെയ്യണമെന്നോ ഇല്ല. നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് എക്കണോമിക്സോ മാത്തമാറ്റിക്സോ ഫിസിക്സോ ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ IIT-കളിൽ തന്നെ പഠിക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് IIT ജാമിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. MSc മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് എന്നീ ഡിഗ്രി നിങ്ങൾക്ക് IIT ഹൈദരാബാദ്, IIT ISM, IIT ഗൗഹട്ടി, IIT ബിലൈ എന്നീ സ്ഥലങ്ങളിൽ നിന്നും പഠിക്കാവുന്നതാണ്. MSc മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന ഡിഗ്രി നിങ്ങൾക്ക് IIT തിരുപ്പതിയിൽ നിന്നും പഠിക്കാവുന്നതാണ്. MSc അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫോർമാറ്റിക്സ് IIT ബോംബെയിൽ ലഭ്യമാണ്. മാത്തമാറ്റിക്സോ സ്റ്റാറ്റിസ്റ്റിക്സോ മിനിമം 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. MSc സ്റ്റാറ്റിസ്റ്റിക്സ് IIT കാൻപൂരിൽ അപേക്ഷിക്കുന്നതിനായി 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. MSc ഫിസിക്സ് IIT ബോംബെ, IIT ഡൽഹി, IIT ഗൗഹട്ടി, IIT ഗാന്ധിനഗർ, IIT ഹൈദരാബാദ്, IIT ഇൻഡോർ, IIT ജംഷഡ്പൂർ, IIT കാൻപൂർ, IIT മദ്രാസ്, IIT ISM, IIT പാട്ന, IIT റൂർക്കി, IIT റോപ്പാർ, IIT ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, IIT ബിലൈ, IIT പാലക്കാട് എന്നിവിടങ്ങളിൽ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് MSc ഫിസിക്സിന് അപേക്ഷിക്കാവുന്നതാണ്. BSc അല്ലെങ്കിൽ BS ഡിഗ്രി ഉള്ളവർ 2 വർഷങ്ങളിൽ അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ ഫിസിക്സ് ഒരു വിഷയമായി പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് 1 വർഷം അല്ലെങ്കിൽ 2 സെമസ്റ്ററുകളിലെങ്കിലും ഒരു വിഷയമായി പഠിച്ചിരിക്കണം. BSc ഡിഗ്രിയിൽ ഈ 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് MSc ഫിസിക്സിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് നേരിട്ട് MSc ഫിസിക്സിന് അപേക്ഷിക്കാവുന്നതാണ്. MSc അപ്ലൈഡ് ജിയോഫിസിക്സ് IIT ബോംബെ ലഭ്യമാണ്. ഫിസിക്സും മാത്തമാറ്റിക്സും അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ഫിസിക്സ് എന്ന വിഷയം 2 വർഷങ്ങളിൽ അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിൽ ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ഫിസിക്സോ മാത്തമാറ്റിക്സോ 3 വർഷങ്ങളിലും അല്ലെങ്കിൽ 6 സെമസ്റ്ററുകളിലും ഒരു വിഷയമായി പഠിച്ചിരിക്കണം. ഇനി MSc ആസ്ട്രോണമി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്കറിയാം. IIT ഇൻഡോറിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഫിസിക്സ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബിരുദമുള്ളവർക്ക് MSc ആസ്ട്രോണമിക്ക് അപേക്ഷിക്കാവുന്നതാണ്. MSc ടെക് ഇൻ അപ്ലൈഡ് ജിയോളജി IIT ISM-ൽ പഠിക്കാവുന്നതാണ്. 3 വർഷത്തെ BSc ഡിഗ്രിയാണ് ആവശ്യമായിട്ടുള്ളത്. ജിയോളജി ഒരു ഓണേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മേജർ അല്ലെങ്കിൽ മെയിൻ അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നീ വിഷയങ്ങളിൽ നിന്ന് മിനിമം 2 വിഷയമെങ്കിലും 3 വർഷം പഠിച്ചിരിക്കണം. MSc ടെക് ഇൻ അപ്ലൈഡ് ജിയോഫിസിക്സ് ഇതും നിങ്ങൾക്ക് IIT ISM-ൽ ചെയ്യാവുന്നതാണ്. BSc ഡിഗ്രി 3 വർഷത്തെ ഫിസിക്സ് ഓണേഴ്സ് അല്ലെങ്കിൽ മേജർ അല്ലെങ്കിൽ മെയിൻ അല്ലെങ്കിൽ ഒരു ഇക്വലന്റ് സബ്ജക്റ്റായിട്ട് പഠിച്ചിരിക്കണം. മാത്തമാറ്റിക്സ് 2 വർഷം അല്ലെങ്കിൽ 4 സെമസ്റ്ററുകളിലെങ്കിലും പഠിച്ചിരിക്കണം. കെമിസ്ട്രി, ജിയോളജി, ഇലക്ട്രോണിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ഇതിലേതെങ്കിലും ഒരു വിഷയം 1 വർഷം അല്ലെങ്കിൽ 2 സെമസ്റ്ററുകളിൽ പഠിച്ചിരിക്കണം. IIT ജാമിന് നിങ്ങൾക്ക് പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല. IIT പാലക്കാടിലും IIT മദ്രാസിലും എന്തൊക്കെ കോഴ്സുകളാണ് ഉള്ളതെന്ന് നോക്കാം. നമുക്ക് കേരളത്തിൽ നിന്നും അടുത്തതായിട്ടുള്ള IITs ആയതുകൊണ്ടാണ് ഈ 2 കോഴ്സുകൾ പ്രത്യേകം എടുത്തു പറയുന്നത്. കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ഫിസിക്സ് എന്നീ വിഷയങ്ങളിലുള്ള MSc ഡിഗ്രി നിങ്ങൾക്ക് IIT പാലക്കാടിൽ നിന്നും IIT മദ്രാസിൽ നിന്നും പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ജാം സ്കോർ അതുപോലെ തന്നെ IISc, NIT, IIEST ഷിപ്പൂർ, SLIET പഞ്ചാബ്, IISEAS എന്നീ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ പ്രോഗ്രാമുകളിലേക്കുള്ള അഡ്മിഷനായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ ജാം സ്കോർ വഴി നിങ്ങൾക്ക് IIT-കളിൽ മാത്രമല്ല NIT-കളിലും IISc-യിലും ഒക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാവുന്നതാണ്. പരീക്ഷാ രീതി എങ്ങനെയാണെന്ന് നോക്കാം. 3 മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷയാണ്. 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 100 മാർക്കാണ് ടോട്ടൽ മാർക്ക്. 3 വിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ABC. സെക്ഷൻ A 30 മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 4 ചോയ്സസ് ഉണ്ടായിരിക്കും. ഏതെങ്കിലും ഒരു ശരിയുത്തരമാണ് ഉണ്ടാവുക. ആ ശരിയുത്തരം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. 10 ചോദ്യങ്ങൾ 1 മാർക്ക് വീതം, 2 മാർക്ക് വീതമുള്ള 20 ചോദ്യങ്ങൾ. സെക്ഷൻ B 10 മൾട്ടിപ്പിൾ സെലക്ട് ചോദ്യങ്ങളാണ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ സെലക്ട് ചോദ്യം എന്ന് വെച്ചാൽ ഒന്നിൽ കൂടുതൽ ശരിയുത്തരം ഉണ്ടായിരിക്കുന്നതാണ്. ശരിയുത്തരങ്ങൾ എല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഡോക്ടർ S രാധാകൃഷ്ണൻ ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ്, ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ്. ഇങ്ങനെയാണ് ചോയ്സസ് എങ്കിൽ ഇതിൽ Bയും Cയും ശരിയുത്തരങ്ങളാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ്, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ്. ഇപ്പോൾ Bയും Cയും നിങ്ങൾ സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്
മാർക്ക് ലഭിക്കുകയുള്ളൂ. എയും സിയുമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ ബി മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ അഥവാ സി മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിലോ നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതല്ല. ബിയും സിയും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഫുൾ മാർക്ക് ലഭിക്കുന്നതാണ്. ഇതാണ് മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്. മൂന്നാമത്തെ സെക്ഷനിൽ 20 ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. 1 മാർക്ക് വീതമുള്ള 10 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതമുള്ള 10 ചോദ്യങ്ങൾ. ചോയ്സസ് ഉണ്ടായിരിക്കുന്നതല്ല, ഒരു നമ്പർ ആയിരിക്കും നിങ്ങളുടെ ഉത്തരം. ആ ഉത്തരം നിങ്ങൾ മോണിറ്ററിലുള്ള വെർച്വൽ ന്യൂമറിക് കീപാഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. സെക്ഷൻ എക്ക് മാത്രമാണ് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നത്. 1 മാർക്കുള്ള ചോദ്യത്തിന് -1/3 മാർക്ക്, 2 മാർക്കുള്ള ചോദ്യത്തിന് -2/3 മാർക്ക്. സെക്ഷൻ ബിക്ക് നെഗറ്റീവ് മാർക്കിങ്ങോ പാർഷ്യൽ മാർക്കിങ്ങോ ഉണ്ടായിരിക്കുന്നതല്ല. ഒരു ശരിയായിട്ടുള്ള ചോയ്സ് മാത്രമാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ മാർക്ക് ഒന്നും ലഭിക്കുന്നതല്ല. എല്ലാ ശരി ഉത്തരങ്ങളും സെലക്ട് ചെയ്താൽ മാത്രമേ മാർക്ക് ലഭിക്കുകയുള്ളൂ. സെക്ഷൻ സിക്കും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടായിരിക്കുന്നതല്ല. വെർച്വൽ ഓൺലൈൻ കാൽക്കുലേറ്റർ ലഭ്യമായിരിക്കും. ചില പ്രധാന വിഷയങ്ങളുടെ സിലബസ് നോക്കാം. സിലബസ് നിങ്ങൾക്ക് കേൾക്കാനായിട്ട് വലിയ താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോയുടെ സ്പീഡ് നിങ്ങൾക്ക് 1.5x അല്ലെങ്കിൽ 2x സ്പീഡിലിട്ട് നിങ്ങൾക്കിത് കേൾക്കാവുന്നതാണ്. മാത്തമാറ്റിക്സിൻ്റെ സിലബസ് പ്രധാന ടോപ്പിക്സ് മാത്രമാണ് പറയുന്നത്. സീക്വൻസസ് ആൻഡ് സീരീസ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഫങ്ഷൻസ് ഓഫ് 1 റിയൽ വേരിയബിൾ, ഫങ്ഷൻസ് ഓഫ് 2 or 3 റിയൽ വേരിയബിൾസ്, ഇൻ്റഗ്രൽ കാൽക്കുലസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, വെക്റ്റർ കാൽക്കുലസ്, ഗ്രൂപ്പ് തിയറി, ലീനിയർ ഓൾജിബ്ര, റിയൽ അനാലിസിസ്. ഈ ടോപ്പിക്സ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡിഗ്രി ലെവലിലുള്ള ചോദ്യങ്ങളാണ് IIT ജാമിൽ ഉണ്ടാവുക. എക്കണോമിക്സിൻ്റെ സിലബസ് മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, Statistics for Economics, Indian Economy, Mathematics for Economics. Physics syllabus, Mathematical Methods, Mechanics and General Properties of Matter, Oscillations, Waves and Optics, Electricity and Magnetism, Kinetic Theory, Thermodynamics, Modern Physics, Solid State Physics, Devices and Electronics. Chemistry, Physical Chemistry, Organic Chemistry, Inorganic Chemistry. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാണ്. ഈ ഓരോ ടോപ്പിക്കുകളുടെയും സബ് ടോപ്പിക്കുകൾ വളരെ വിശദമായി തന്നെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രധാന തീയതികൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ഓൺലൈൻ ആപ്ലിക്കേഷൻ, രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്നിവ സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസം വരെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. IIT ജാം 2021 ആപ്ലിക്കേഷൻ ഫോം ഇന്നലെ തന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ നിങ്ങൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതാണ്. സാധാരണ വർഷങ്ങളിലും ഓൺലൈൻ ആപ്ലിക്കേഷനും രജിസ്ട്രേഷൻ പ്രോസസ്സും സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ചെയ്യുവാൻ സാധിക്കുന്നത്. പരീക്ഷ ഫെബ്രുവരി മാസത്തിൽ നടത്തപ്പെടുന്നു. റിസൾട്ടുകൾ മാർച്ച് മാസത്തിലാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. റിസൾട്ടുകൾ വന്നതിന് ശേഷം IIT-കളിലേക്കുള്ള അഡ്മിഷൻ ഫോം നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എക്സാം സെന്ററുകൾ എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ എന്നീ സ്ഥലങ്ങളിൽ ലഭ്യമാണ്. വെബ്സൈറ്റുകൾ https://jam.iisc.ac.in/uploads/info ebook.pdf എന്നടിച്ചാൽ ഇതിൻ്റെ പ്രോസ്പെക്ടസ് നേരിട്ട് ലഭിക്കുന്നതാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്, ഡേറ്റുകൾ എല്ലാം ഈ ഇബുക്കിൽ ലഭ്യമാണ്. അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റ് അതുപോലെ മറ്റു വിവരങ്ങൾക്കായിട്ടുള്ള വെബ്സൈറ്റ് http://jam.iisc.ac.in. കൂടുതൽ കരിയർ സംബന്ധമായ വീഡിയോകൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.